ഹലോ ബ്രദർ. പേരെന്തായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു? അല്ല ബ്രദർ, കൃപാസനത്തിനെതിരാണോ ബ്രദർ? കൃപാസനത്തിന് എതിരാണോ ബ്രദർ? കൃപാസനത്തിന്റെ ശത്രുവൊന്നുമല്ല. കൃപാസനത്തിന്റെ പ്രബോധനം ശരിയല്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നാ ബ്രോ? കൃപാസനത്തിൽ എന്താണ് പഠിപ്പിക്കുക? കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ആ ഉടമ്പടി വെച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതൊന്നും വെച്ചിട്ടില്ല. പിന്നെ എന്തിനാ പോയേ? പ്രാർത്ഥിക്കാനായിട്ട്. ഈ ഉടമ്പടി എന്താണെന്ന് അറിയോ? ഇല്ല ബ്രദർ. കാത്തലിക് ആണോ? എന്താ? ഉടമ്പടി ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഉടമ്പടിയിൽ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. എന്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞായിരുന്നു ഉടമ്പടി എടുക്കണമെന്ന്. കാരണം ഒ ഇ ടി പഠിച്ചോണ്ടിരിക്കുക ഇപ്പളേ. അപ്പൊ ഞാൻ പറഞ്ഞ് ഉടമ്പടിയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ എന്റെ അമ്മച്ചിയോട് ചോദിച്ച്. അത് എന്തുകൊണ്ടാ ബ്രദർ ഉടമ്പടി എടുക്കരുതെന്ന് പറയണ അവിടുത്തെ ബ്രദർ പറഞ്ഞങ്ങനെ? നമുക്ക് ഉടമ്പടി ആരുമായിട്ടാണ് ഉടമ്പടി ഉള്ളത്? ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു കത്തോലിക്കിന് ആരുമായിട്ടാണ് ഉടമ്പടി ഉള്ളത്? കർത്താവുമായിട്ട്. കർത്താവുമായിട്ടുള്ള ഉടമ്പടി ഏതാ? എന്തോ? കർത്താവുമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? പരിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. അപ്പൊ വിശുദ്ധ കുർബാനയാകുന്ന ആ ഉടമ്പടി ഉണ്ടായിരിക്കെ പിന്നെ വേറെ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ? പിന്നെ എന്തുകൊണ്ടാ ബ്രദർ കൃപാസനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആര് പ്രൊമോട്ട് ചെയ്യുന്നു? അച്ഛൻ. അച്ഛൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്ന് അച്ഛനോട് ചോദിക്കണം, എനിക്കറിയില്ല. അങ്ങനെയല്ല. ഞാൻ ഒന്ന് പോയായിരുന്നു. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം പോയായിരുന്നു കൃപാസനത്തില്. അവിടെ യേശുവിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? എന്തോ? അവിടെ യേശുവിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാതാവിനെ എടുത്ത് റാലിയായിട്ട് പോണ കണ്ടായിരുന്നു. യേശുവിന്റെ കാര്യമൊന്നും കേട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് കൃപാസനത്തിന്റെ പ്രബോധനങ്ങളെ എതിർക്കുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? മാതാവിന് അവിടെ അവിടുത്തെ മാതാവിന്റെ ഗ്രേ കളർ മാതാവല്ലേ? പക്ഷേ മാതാവിന് ഒരു സ്വർഗീയ സൗന്ദര്യം ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് അവിടെ അച്ഛന് കാണാൻ പറ്റാതെ പോയത് അറിയില്ലായിരിക്കും. കണ്ടത് അങ്ങനെയാന്ന് പറഞ്ഞത്, ചാരക്കളറിലാന്ന് പറഞ്ഞത്. അച്ഛനെ അങ്ങനെയൊക്കെ ആ രീതിയിലേക്ക് ആക്കിയത്. എന്താ കാരണം എന്നുള്ളത് അവിടെ വന്നവരുടെ സാക്ഷ്യങ്ങളൊക്കെ ബ്രദർ, അത് വെറുതെ ഒന്നും പറയത്തില്ലല്ലോ. അത് എന്തൊക്കെ അത്ഭുതമൊക്കെ. അത്ഭുതം നടക്കുന്നുണ്ട്. അത്ഭുതം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെ ഒരു മാവ് നിൽക്കുക, നിറച്ച് പൂത്തൊലഞ്ഞ് നല്ല മാങ്ങകളായിട്ട് നിൽക്കുക. അപ്പൊ ഒരു കണ്ണുവട്ടനോട് പറയാണ്, നീ ഒരു കല്ലെടുത്ത് വീക്ക്, ഏതെങ്കിലും ഒരു മാങ്ങ വീഴുന്ന് പറഞ്ഞ് അവൻ വെറുതെ കണ്ണടച്ച് വീക്കി. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ വീഴുമല്ലോ അല്ലേ? OET ഇപ്പൊ ഒരു മാസം എത്ര പേര് എഴുതുന്നുണ്ടെന്ന് അറിയോ? OET ഇപ്പൊ കുറവാ ബ്രദർ. ഇപ്പൊ അങ്ങനെ ആരും പഠിക്കുന്നില്ല OET. ഒരു 2-3 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പൊക്കെ OET എഴുതുന്ന ആളുകളുടെ എണ്ണം അതുപോലെയായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ OET പഠിക്കുന്ന സ്ഥാപനത്തില് എത്ര പേരുണ്ട്? ഇപ്പൊ സ്റ്റഡി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? 5 പേര്. അതിനകത്ത് എത്ര പേര് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ടുണ്ട്? കൃപാസനത്തിലെ ഉടമ്പടി ആരും എടുത്തിട്ടില്ല ബ്രദർ. ആരും വെച്ചിട്ടില്ലേ? ഇല്ല. എന്റെ വൈഫ് OET പഠിക്കുന്ന സമയത്ത് 11 പേര് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. 10 പേര് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫ് മാത്രമേ ഉടമ്പടി വെക്കാത്ത ആളുണ്ടായിരുന്നു. അപ്പൊ ഈ മാങ്ങ വീക്കുന്ന പോലെ ഒരു 1000 പേര് OET എഴുതും. 900 പേര് അതിനകത്ത് കൃപാസനത്തിൽ ഉടമ്പടി വെക്കും. 10 പേര് ജയിക്കും. അപ്പൊ 10 പേരുടെ സാക്ഷ്യം വരും. അത്ഭുതം, ഉടമ്പടി എടുത്തത് കൊണ്ട് ജയിച്ചു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അവര് പ്രാർത്ഥനയാണല്ലോ ബ്രദർ ഏറ്റവും വലുത്. പഠിത്തം സെക്കൻഡിലേ വരുള്ളൂ. പ്രാർത്ഥനയല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി. പ്രാർത്ഥിക്കുന്നത് ആരോടാ പ്രാർത്ഥിക്കണ്ടേ? ഈശോയോട്. ശാസ്ത്രത്തിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ശാസ്ത്രത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോ മാതാവ് അത് ഈശോയോട് നിവർത്തിക്കുമല്ലോ ചെയ്യണത്. അപ്പൊ യേശുവിന് ചെവി കേട്ടൂടെ? എന്തോ? യേശുവിന് ചെവി കേട്ടൂടെ? യേശുവിന് ചെവി കേൾക്കാം. പക്ഷേ ഓരോരോ മധ്യസ്ഥങ്ങൾ, മാതാവ് നമ്മുടെ മധ്യസ്ഥയല്ലേ ബ്രദർ. യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ ഫാസ്റ്റ്ലി ഈശോ കേൾക്കുള്ളൂ.
അതെങ്ങനെയാ മാതാവിന്റെ മധ്യസ്ഥതയോട് പ്രാർത്ഥിച്ചാലേ യേശു കേൾക്കുള്ളൂ എന്ന് നമ്മൾ എങ്ങനെ പറയാ? അത് കാനായിലെ കല്യാണ വിരുന്നില് അങ്ങനെയാണല്ലോ. കാനായിലെ കല്യാണ വീട്ടില് എന്താണ് മാതാവ് ചെയ്തത്? മാതാവ് ഈശോട് പറയുമല്ലേ, കരിമ്പരകളിൽ വെള്ളം ഇത് അവര് ധർമ്മസങ്കടത്തിലായപ്പോ കല്യാണത്തിന് അത്ഭുതം ചെയ്യാൻ പറഞ്ഞോ യേശുവിനോട്? എന്തോ അത്ഭുതം ചെയ്യാനായിട്ട് യേശുവിനോട് പറഞ്ഞോ മാതാവ്? അത്ഭുതം ചെയ്യാനായിട്ടല്ല, ഈശോ മാതാവ് പറയണില്ലേ അവരെ സഹായിക്കണമെന്ന് പറയണില്ലേ? മാതാവിനോട് ആരെങ്കിലും പറഞ്ഞോ നീ ഇത് മോനോട് പറയാനായിട്ട് പറഞ്ഞോ? ഇല്ല. മാതാവ് കണ്ടറിഞ്ഞ് ചെയ്തു. മാതാവ് അവിടെ ഉണ്ടായിരുന്നൊരു സംഭവം ആരെ യേശുവിനെ അറിയിച്ചു. അപ്പൊ നമ്മള് മാതാവിനോട് കരഞ്ഞുകൊണ്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലാണോ മാതാവ് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം അപേക്ഷിക്കുക? കരഞ്ഞ് പറയണോന്ന് അറിയില്ല ബ്രദർ, പക്ഷെ മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കണമല്ലോ നമ്മള്. മാതാവിനോട് മധ്യസ്ഥം അവരാരെങ്കിലും അപേക്ഷിച്ചോ? കാനായിലെ കല്യാണ നാളിൽ ആ വീട്ടിലുള്ള വീട്ടുകാരനോ കല്യാണ ചെറുക്കനോ ആരെങ്കിലും മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ചോ? മധ്യസ്ഥം അപേക്ഷിച്ചില്ല, പക്ഷെ മാതാവ് അത് കണ്ടറിഞ്ഞ് വേറെ എവിടെ വേണേലും പോകാറുണ്ടല്ലോ, പക്ഷെ മാതാവ് ഓടി വന്നത് ഈശോയുടെ അടുത്തേക്കായിരുന്നല്ലോ ബ്രദർ. അതേ മാതാവ് ഇന്നും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കില്ലേ? മാറ്റം വല്ലതുണ്ടോ? എന്തോ? അതേ മാതാവ് ഇന്നും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കില്ലേ? അതേ മാതാവിനോട് ചോദിച്ചാലേ അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാലേ ചെയ്യത്തുള്ളൂ വല്ല നിർബന്ധമുണ്ടോ? ഇല്ല ബ്രദർ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നത്? ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും എന്റെ അപ്പൻ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന നല്ല അപ്പനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോരെ? ബൈബിള് വായിക്കാറുണ്ടോ? ഇപ്പൊ വായിക്കണുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. വായിച്ചിട്ടുണ്ടോ? ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, കർത്താവ് കൂട്ടിച്ചേർത്തോളും. നമുക്ക് ആവശ്യമുള്ള എല്ലാം കർത്താവ് തന്നോളും. അതിന് വേറെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. മാതാവ് അവിടെ കാനായിലെ കല്യാണ നാളിൽ എന്ത് മധ്യസ്ഥമാണ് അപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ യേശുവിനോട് പറഞ്ഞു അത്ഭുതം ചെയ്യാനായിട്ട് മാതാവ്. പക്ഷെ യേശുവിന്റെ സമയം അപ്പോഴും ആയിട്ടില്ലായിരുന്നല്ലോ ബ്രോ. എന്നിട്ട് മാതാവ് പറഞ്ഞിട്ടല്ലേ ഈശോ ചെയ്തത്. ഏത് സമയമാണ് ആകാത്തത്? എന്തോ? ഏത് സമയമാണ് ആകാത്തത്? യേശുവിന് ഏത് സമയമാണ് ആകാത്തത്? അത്ഭുതം ചെയ്യാനുള്ള സമയമാണോ ആകാത്തത്? ആണോ? സ്ത്രീയെ എന്റെ സമയം ഇനി ആയിട്ടില്ലെന്നല്ലേ ഈശോ പറയണത്. അത് എന്തിനുള്ള സമയമാണ്? അത്ഭുതം ചെയ്യാനുള്ള ടൈമാണോ? അത്ഭുതങ്ങളാ. ഓക്കെ. അപ്പോ യേശുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാരുണ്ടായിരുന്നോ? യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു അല്ലേ? അങ്ങനെയല്ലേ വായിക്കുന്നേ? അതെ. പത്രോസിനെ വിളിക്കുന്ന സമയത്ത് പത്രോസ് വല തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഇവരെല്ലാം. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ പത്രോസിനെ വിളിക്കുന്ന സമയത്ത് പത്രോസ് അവിടെ വല നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വല കേടുപോക്കുകയായിരുന്നു. അങ്ങനെ കേടുപോക്കിക്കൊണ്ടിരുന്നപ്പം പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ആഴത്തിലേക്ക് വള്ളം ഇറക്കുക, വലയിടുക. വള്ളം നിറച്ച് മീൻ കിട്ടി. അവരുടെ കണ്ണിന് പെരുപ്പമുള്ളത്, അതായത് അവർക്കൊരു വലിയൊരു അത്ഭുതം സംഭവിച്ചു. അവർക്ക് യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ പറ്റാത്തത്. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാ എന്ന് പറഞ്ഞ് അവൻ പാപത്തെ ഏറ്റുപറഞ്ഞു. ഓക്കെ, വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മത്സ്യം കിട്ടിയത് അത്ഭുതമാണോ? അത്ഭുതം ബ്രോ. അപ്പൊ ഈ അത്ഭുതം സംഭവിച്ചത് എപ്പോഴാണ്? പത്രോസിനെ വിളിക്കുമ്പോഴല്ലേ? ആദ്യത്തെ ശിഷ്യനല്ലേ പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ. അപ്പൊ യേശു ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പത്രോസ് ഉണ്ടല്ലോ. അപ്പൊ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അത്ഭുതം ചെയ്യാനുള്ള സമയമല്ല, സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞത് വേറെ ഏതോ കാര്യമാണ്. അത്ഭുതം ചെയ്യാനുള്ള സമയമായിരുന്നെങ്കിൽ അത് നമ്മളെ അച്ഛന്മാര് പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത്ഭുതം ചെയ്യാനുള്ള സമയമായിട്ടില്ല, എന്നിട്ടും മാതാവ് മധ്യസ്ഥം അപേക്ഷിച്ചപ്പോ സമയമാകാഞ്ഞിട്ടും ചെയ്തു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. കാരണം അതിനു മുൻപ് പത്രോസിനെ വിളിക്കുമ്പോ യേശു അത്ഭുതം ചെയ്തു. ബ്രദറിന് മാതാവിന് വിശ്വാസമില്ലേ? മാതാവിന് വിശ്വാസമില്ല, മാതാവിന് ബഹുമാനമുണ്ട്. മാതാവിനെ ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. യേശുവിന്റെ അമ്മയായ വിശുദ്ധ മാതാവിനെ ബഹുമാനിക്കുന്നു. സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീയായി ഈ ഭൂമിയിൽ ജനിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠയും ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടതും
ഇന്നും സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന മാതാവ്, യേശുവിന്റെ അമ്മ മാതാവ്. അപ്പൊ കൊന്തയൊന്നും ചൊല്ലാറില്ലേ ബ്രോ വീട്ടില്? ഇല്ല, ചെല്ലാറില്ല. കൊന്ത ചെല്ലാറുണ്ടോ? ഹാ. കൊന്ത എന്നാ ഉണ്ടായേ? ജപമാല പ്രാർത്ഥന എന്നാ വന്നത്? എന്തോ? ജപമാല പ്രാർത്ഥന എന്നാണ് സഭയിൽ ഉത്ഭവിച്ചത്? ആദ്യമായി ജപമാല പ്രാർത്ഥന എന്നാണ് സഭയിൽ ഉണ്ടായത്? അറിയില്ല ബ്രോ. 1212 നൂറ്റാണ്ടിലെ മാതാവ് ഫാത്തിമയില് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞല്ലേ ജപമാല പ്രാർത്ഥന, ജപമാല സ്റ്റാർട്ട് ചെയ്തത്? അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഫാത്തിമയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം 1200 വർഷം ജപമാല ഉണ്ടായിരുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഭയിലെ വിശ്വാസികളുടെ ഇടയില് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയോ നന്മ നിറഞ്ഞ പറയുകയോ ജപമാലയോ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. സഭയിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള യേശു പഠിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നത്. വിശ്വാസ പ്രമാണമായിരുന്നു അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവവചനം, സങ്കീർത്തനങ്ങളായിരുന്നു അവർ പാടി ആരാധിച്ചുകൊണ്ടിരുന്നത്. 12-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ ഡൊമിനിക്, അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ജപമാല പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പുള്ളിയാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്നുണ്ടായിരുന്ന വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ സഭയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പാഷണ്ഡതയായിരുന്നു ആൽബജൈൻസ് എന്ന് പറയുന്ന ഒരു പാഷണ്ഡത. ആ പാഷണ്ഡത ഇല്ലാതെയാക്കാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജപമാലയ്ക്ക് പ്രാധാന്യം കൂടി. പിന്നീടാണ് ലുത്തിനിയ വരുന്നത്. പക്ഷെ സത്യത്തില് ഈ പറയുന്ന ആൽബജൈൻസ് എന്ന് പറയുന്ന പാഷണ്ഡത ഇല്ലാതായത് ഇൻക്വിസിഷൻ വഴിയാണ്, അല്ലാതെ ഒരു ജപമാലയും പ്രാർത്ഥിച്ചിട്ടല്ല. അപ്പൊ 1200 വർഷം വിശുദ്ധർക്കോ സഭയിലുണ്ടായിരുന്ന സഭാപിതാക്കന്മാർക്കോ വേണ്ടാത്തൊരു ജപമാല എനിക്കും വേണ്ട, ഞാനും ചെല്ലില്ല. അപ്പസ്തോലന്മാരാരെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ല. പൗലോസ് അപ്പസ്തോലൻ ഒരു വാക്കിലെങ്കിലും തന്റെ ലേഖനത്തില് ബൈബിള് വായിക്കുമ്പോൾ മാതാവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഭയുടെ അറിയില്ല ബ്രോ. ഒരു വാക്ക് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വായിച്ചിട്ട് വരെ മാതാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഹൗവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാഗാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് വിശുദ്ധീകരിച്ചിട്ടുണ്ട് പൗലോസ് അപ്പോസ്തലൻ. അതായത് ഹാഗാറും സാറയും രണ്ടും രണ്ട് ഉടമ്പടികളാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഉൽപ്പത്തി 3:15 കാണുന്ന സ്ത്രീ മാതാവാണെന്നും വെളിപാട് 12 കാണുന്നത് മാതാവാണെന്നൊക്കെ നമ്മൾ സഭ വ്യാഖ്യാനിക്കുമ്പോൾ അപ്പസ്തോലൻ ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. അപ്പസ്തോലന്മാരാരും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ആദിമ സഭാപിതാക്കന്മാരാരും മാതാവിനോട് ജപമാല ചൊല്ലിയിരുന്നില്ല. അതുകൊണ്ട് ഞാനും ചെല്ലാറില്ല. എനിക്ക് മാതാവിനോട് ദേഷ്യമില്ല, ഞാൻ മാതാവിനെതിരല്ല. മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ബൈബിളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രത്തിലൂടെ പരിശോധിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. ബ്രദർ ഏത് സഭയാ? കത്തോലിക്ക സഭ. അല്ല, അതിരൂപത. ഏത് അതിരൂപതയില? എറണാകുളം അങ്കമാലി അതിരൂപത, അങ്കമാലി ഫൊറോന. നീ എന്തെങ്കിലും വേണോ? താങ്ക് യു ബ്രോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ബ്രദർ, അല്ല, വെളിപാടിന്റെ സുവിശേഷത്തില് മാതാവിനെ കുറിച്ചല്ലേ ഡിനോട്ട് ചെയ്തേക്കണപ്പാ? വെളിപാട് 12-ലാണോ? ആ, വെളിപാട് 12:5 ഒന്ന് വായിക്കാമോ ബൈബിള് കയ്യിലുണ്ടെങ്കിൽ? വെളിപാട് 12 സ്ത്രീയും ഉഗ്ര സർപ്പവും. ഇത് മൊത്തം വായിക്കാനാണോ ബ്രോ? അതിന്റെ ഒരു 4 മുതലൊന്ന് വായിച്ചാൽ മതി. 4-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മതി. 4-ാമത്തെ വാക്യം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ. സ്ത്രീ ആരാണ്? എന്തോ? ആ സ്ത്രീ ആരാണ്? മാതാവ്. ജനിക്കുന്ന ശിശു ആരാണ്? ഈശോ. യേശു. അപ്പൊ യേശുവിനെ വിഴുങ്ങാൻ സാത്താൻ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വാക്യം വായിച്ചോ. സകല ജനപദങ്ങളുടെയും ഇരുമ്പ് രണ്ടുകൊണ്ട് ഭരിക്കുന്നവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു.
അപ്പൊ ആ ശിശു ദൈവത്തിന്റെ അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. അതായത് യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഓക്കെ ആ ഓക്കെ, അടുത്ത വാക്യം വായിച്ചു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പൊ യേശുവിന്റെ മരണത്തിന് ശേഷം കാൽവരിയിൽ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യോഹന്നാനോട് യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, അല്ലേ? അപ്പൊ ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനെ ചൂണ്ടിയിട്ട് യോഹന്നാനോട് ഏൽപ്പിച്ചു കൊടുത്തു അമ്മയെ. എന്നിട്ടാണ് യേശു മരിച്ചത്. യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോ മാതാവ് മരുഭൂമിയിലേക്ക് പോയോ, അല്ലെങ്കിൽ മാതാവിനെ മരുഭൂമിയിലേക്ക് വിട്ടോ? മാതാവ് മരുഭൂമിയിലോട്ട് ഓടിപ്പോയെന്നാ പറയാൻ. അങ്ങനെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയോ? അപ്പൊ യോഹന്നാൻ നോക്കിയില്ലേ? യോഹന്നാൻ കഞ്ഞിയും വെള്ളമൊന്നും കൊടുത്തില്ലേ? അറിയില്ല ബ്രോ. അപ്പൊ അത് മാതാവല്ല, അത് ഇസ്രായേലാണ്. സഭയ്ക്ക് രണ്ട് വ്യാഖ്യാനമുണ്ട് ആ കാര്യത്തെ കുറിച്ച്. ഒന്ന് ഇസ്രായേൽ എന്നും മറ്റൊന്ന് സഭ എന്നും വ്യാഖ്യാനമുണ്ട്. അത് ഫാദർ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ സഭ പോലും ഔദ്യോഗികമായി വ്യാഖ്യാനിക്കുന്നത് ആ സ്ത്രീ മാതാവല്ല, ആ സ്ത്രീ സഭയാണ്, ആ സ്ത്രീ ഇസ്രായേലാണ്. ഈ രണ്ട് കാര്യത്തിൽ ആണ് സഭയുടെ വ്യാഖ്യാനം നിൽക്കുന്നത്. അത് മാതാവേ അല്ല എന്നാണ് സഭ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള മരിയൻ പ്രേമികളായ ചില അച്ഛന്മാര് മാത്രമാണ് അത് മാതാവാണെന്ന് പറയുന്നുള്ളൂ. അത് മാതാവാണെങ്കിൽ മാതാവ് മരുഭൂമിയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്ന് പറയണം. യോഹന്നാനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യോഹന്നാൻ നോക്കാത്തത് കൊണ്ടാണോ മാതാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്? ഇനി മാതാവ് എന്തിനാണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത് എന്ന് പറയണം. അപ്പൊ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു മാതാവ്. നമ്മള് ഓഗസ്റ്റ് 15 സ്വർഗാരോഹണ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോ ഈ കാര്യം സ്വർഗാരോപണ തിരുനാളല്ലേ ബ്രോ? സ്വർഗാരോഹണമല്ലല്ലോ, സ്വർഗാരോപണമല്ലേ? സോറി, എന്റെ ടങ്ക് സ്ലിപ്പായതാണ്, ക്ഷമിക്കുക. സ്വർഗാരോപണം. ഓക്കെ. അപ്പൊ ആ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, അപ്പൊ മരുഭൂമിയിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണോ സ്വർഗാരോപണം നടന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അപ്പോ അത് മാതാവിനെ ബിസിനസ്സിന് വേണ്ടി, മാതാവിനെ ഇവരുടെ കച്ചവടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, ഒരു മധ്യസ്ഥയാക്കി നിർത്താൻ വേണ്ടി നേർച്ചപ്പെട്ടിയും നൊവേനകളും പ്രാർത്ഥനകളും ഒക്കെ വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി മാതാവിനെ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നൊരു വ്യാഖ്യാന ഫാക്ടറിയാണ് വെളിപാട് പുസ്തകം 12 കാണുന്നത് മാതാവാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല എന്ന് സഭ തന്നെ, സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥമായ പ്രബോധന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 12 മാതാവല്ല എന്ന്. മൈക്കിൾ കാര്യമറ്റത്തിന്റെ വെളിപാട് പുസ്തകത്തിന്റെ എക്സ്പ്ലനേഷനുള്ള ഒരു പുസ്തകമുണ്ട്. എൻ്റെ കയ്യിൽ അതിന്റെ ഫോട്ടോ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനത് വാട്സപ്പ് ചെയ്ത് തരാം ഫോട്ടോ. പിന്നെ എന്തിനാ ബ്രോ ഈശോ മാതാവിനെ സ്ത്രീയെന്ന് വിളിച്ചത്? അത് ഹെബ്രായ രീതിയിൽ അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഗുന എന്നൊരു വാക്കാണ് സാധാരണ ഉപയോഗിക്കാറ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ. നമ്മളിപ്പം ഇംഗ്ലീഷില് ഷീ എന്ന് ഉപയോഗിക്കാറുണ്ട്, ഹി എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്, അല്ലേ? അല്ലാതെ നമ്മൾ മലയാളത്തില് അവനെന്നോ നീ എന്നോ ഒക്കെ പറയുമ്പോഴോ നമുക്ക് തോന്നുമ്പോൾ അത് റെസ്പെക്ട് ഇല്ലാത്ത രീതിയാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ലാംഗ്വേജ് അനുസരിച്ച് അത് റെസ്പെക്ട്ഫുള്ളി തന്നെ വിളിക്കുന്നതാണ്. ഇപ്പൊ സ്വന്തം പിതാവിനെ കുറിച്ചൊരു കാര്യം പറയുമ്പോഴും അവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹി എന്ന് പറയും ചിലപ്പോൾ. അത് റെസ്പെക്ട്ഫുള്ളി തന്നെ പറയുന്ന രീതിയാണ്. ബൈബിളിൽ അവൾ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നത് റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മളത് വ്യാഖ്യാനം ചെയ്ത് ഉൽപ്പത്തി 3:15 സ്ത്രീയാക്കുന്നു, വെളിപാട് 12 സ്ത്രീയാക്കുന്നു. എവിടെയെങ്കിലും സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ അവളെന്ന് വിളിച്ചിട്ടുണ്ട്, ജ്ഞാനത്തെ അവളെന്ന് വിളിച്ചിട്ടുണ്ട്. അത് ബൈബിളിന്റെ എഴുത്ത് രീതി അങ്ങനെയാണ്, ബൈബിളിന്റെ സാഹിത്യമാണ് ആ പറയുന്നത്. കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ അവളെന്നോ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ആലങ്കാരികമായിട്ടുള്ള രീതിയിൽ ബൈബിൾ സാഹിത്യം അങ്ങനെയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഈ പാവങ്ങളെ പറ്റിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രദർ ബിസിയാണോ ബ്രോ? കുഴപ്പമില്ല, പറഞ്ഞു. നീ എന്തെങ്കിലും ബ്രോ പിന്നെ ഇന്നലെ ഒരു ബ്രദറിന്റെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ട്, അത് മറ്റേ എടത്വപ്പള്ളിയില്ലേ ബ്രോ, അവിടെ സർപ്പത്തിനെയാണ് ആരാധിക്കണത്.
എന്റെ വീഡിയോ അവിടെ പുണ്യാളന് ഒരു ഡിമാൻഡും ഇല്ല അവിടെ പുണ്യാളന്. ഞാൻ എന്റെ അമ്മച്ചോട് ഇത് വിളിച്ച് പറഞ്ഞ് അവിടെ സ്ത്രീകൾ വന്ന് സർപ്പത്തെ വെക്കുമോത്തണേന്ന്. എനിക്ക് സഹിക്കണില്ല ബ്രദർ അങ്ങനെ കണ്ടിട്ട്. അവിടത്തെ പുണ്യാളിന് ഇത്തിരി ഡിമാൻഡ് കൂടിയ പുണ്യാളനാണ്. ആ പുണ്യാളിനെ സഭയുടെ ബ്രോ പോയിട്ടുണ്ടോ? ഇടത്തുവ പള്ളിയിൽ പോയിട്ടുണ്ടോ ബ്രോ? പോയിട്ടുള്ള വീഡിയോ ഉള്ളവിടെ ഇട്ടിരിക്കുന്നത്. ആ പുണ്യാളിനെ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്നും കത്തോലിക്ക സഭ വിശുദ്ധരുടെ ഒരു കലണ്ടർ ഉണ്ട്. വിശുദ്ധരുടെ കലണ്ടറിൽ ഒരു സിനിമയില്ലേ ബ്രോ? സെബസ്റ്റ്യാൻ, പഴയ ഒരു സിനിമയില്ലേ, ഗീവർഗീസ് പുണ്യാളിനെയും സെബസ്റ്റ്യാൻസ് പുണ്യാളിനെയും വിശുദ്ധരുടെ കൂട്ടത്തിൽ നീക്കം ചെയ്തെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. എന്തോ? അത് നമ്മുടെ ചാനലിലെ സിനിമയെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നോ? ഈ ചാനലിലൂടെ അല്ല ആദ്യമായിട്ട് കണ്ടേ ആ സിനിമ? കണ്ടതല്ല, റീലി യൂട്യൂബിൽ കണ്ടതാ. അതിങ്ങനെ സ്ക്രോളാക്കിയപ്പോ കണ്ടതാ. പണ്ടത്തെ ഒരു സിനിമ. ആ സിനിമയില് അന്ന് നടന്ന സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധരുടെ പദവിയിൽ നിന്നും നീക്കം ചെയ്തു സഭ. പക്ഷെ ഇപ്പോഴും പുള്ളി വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ കച്ചവടം ഇപ്പോഴും നടക്കുന്നുണ്ട്. പാമ്പിന്റെ കച്ചവടം നടക്കുന്നുണ്ട്, കുന്തക്കച്ചവടം നടക്കുന്നുണ്ട്, നേർച്ച നടക്കുന്നുണ്ട്. അവിടെ ഇല്ലാത്തൊന്നും ഇല്ലല്ലേ ബ്രോ? ആ പീഠത്തില് ബൈബിൾ ഇട്ടുണ്ട്, കൊന്ത വെച്ചിട്ടുണ്ട്, പാമ്പ് വെച്ചിട്ടുണ്ട്, ആരൂപങ്ങളുണ്ട്. കാണിക്കുന്ന വീഡിയോയില് ഇല്ലാത്തൊന്നും ഇല്ല. അവിടെ ഈശോ മാത്രം ഇല്ലല്ലേ അവിടെ? അപ്പാ എന്തോ ഈശോ ഉണ്ടാവൂലല്ലോ അവിടെ. ഈശാചിരിക്കുന്നിടത്ത് പിന്നെ ഈശോയ്ക്ക് എന്ത് സ്ഥാനം? ഈശോ ഇരിക്കുവോ? പിന്നെ ബ്രദർ എന്താ ബ്രദർ അന്ന് പോയപ്പോ അതെടുത്ത് മാറ്റാൻ ചെയ്യണ്ട? ഞാൻ നേരത്തെ എടുത്ത് എറിഞ്ഞേനെ ബ്രദർ. ആ ഒരു പീഠത്തോടെ എടുത്ത് എറിഞ്ഞേനെ. ഞാൻ ഇതുവരെ പള്ളി പോയിട്ടില്ല. ബ്രദർ എന്താ പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ടത് ചെയ്തില്ല? അത് ഞാൻ വീഡിയോ ഇട്ടോണ്ട് എന്നെ കൊല്ലാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ കണ്ടായിരുന്നു ബ്രദർ. ഒരു ചേട്ടൻ വിളിച്ച് നല്ല വഴക്ക് പറയണം കേട്ടായിരുന്നു. അതൊന്നും വിവരമില്ലാത്തതിന്റെ പ്രശ്നമല്ലേ ബ്രോ? അത് അപ്പൊ ആ വിവരമില്ലാത്തവന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ട് സന്തോഷമില്ലല്ലേ? അങ്ങനെ എടുത്തെറിഞ്ഞ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും എടുത്തെറിയും ബ്രദർ. എനിക്കാരെയും പേടിയില്ല. മോട്ടിവേഷൻ തരണ്ട. അല്ല, എനിക്ക് ശരിക്കും അങ്ങനെ പോയി. പാമ്പിന്റെ അടുത്ത് കൊണ്ട് ബൈബിൾ വെച്ചേക്കണം. നമ്മൾ വായിക്കുന്ന വിശുദ്ധ ബൈബിൾ കൊണ്ട് പാമ്പിന്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കണം. എന്തൊരു അവസ്ഥയാണല്ലേ സത്യമായിട്ടും ആ പള്ളിയില്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ബ്രദറിന് ബിസിയാണേ ഓക്കെ ബ്രദർ, ടാറ്റ.